സിംഹമായി ജനിച്ച നീ സിംഹമായി തന്നെ ജീവിക്കണം, സിംഹമായി തന്നെ മരിക്കണം എന്ന് പറഞ്ഞു. ആ സിംഹം പിന്നെ ആ വൃദ്ധനായ സിംഹത്തിന്റെ കൂടെ കാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ജനിച്ചതറിയാം, എവിടെയോ ജനിച്ച കൂട്ടില് വേറൊന്നും എനിക്കറിയണ്ട, വേറൊന്നും എനിക്കറിയണ്ട, വേറൊന്നിനോടും എനിക്ക് താല്പര്യമില്ല, മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല, മറ്റൊന്നും എനിക്ക് അറിയാനില്ല, മറ്റൊന്നും എനിക്ക് പഠിക്കാനില്ല, മറ്റൊന്നും എനിക്ക് അന്വേഷിക്കാനില്ല, എനിക്ക് ഈ ഇട്ടാവട്ടം ധാരാളമായി എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാ. 4 സെന്റെങ്കിൽ 4 സെന്റ്, 5 സെന്റെങ്കിൽ 5 സെന്റ്, 10 സെന്റെങ്കിൽ 10 സെന്റ്. അതിനപ്പുറത്തേക്ക് ഒരടി പോലും നമ്മളുടെ കാഴ്ചയുടെ വിസ്തൃതി കൂട്ടാനോ നമ്മൾ അതിനപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് സഞ്ചരിക്കാനോ തയ്യാറാകാതെ നിൽക്കുന്ന നമ്മുടെ അടുത്തേക്കാണ് മഹാഋഷിമാരായിരിക്കുന്ന ഗുരുക്കന്മാര് വന്ന് പറയണത്, ഇങ്ങനെയൊക്കെ ജീവിച്ച് ചത്താ മതിയോടെ എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? അപ്പൊ ഇങ്ങനെയല്ലേ ജീവിതം? അല്ല, ഇങ്ങനെ മാത്രല്ല ജീവിതം, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗുരു തന്നെ പറയുന്നുണ്ട്, 3-4 കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തെ തീർക്കുന്നവരാണ് അധികവും, അല്ലേ? ഉണ്ടും ഉറങ്ങിയും ഉണർന്നും പുണർന്നും, ഉണ്ടും ഉറങ്ങിയും ഉണർന്നും പുണർന്നും 4 കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആട്ടിൻകുട്ടിക്കുള്ളിൽ അകപ്പെട്ടു പോയ സിംഹക്കുട്ടിയെ പോലെ ഞാൻ ഒരു ഗുരുവിനെ അന്വേഷിക്കുന്നവനാണ് എന്ന ബോധ്യം മറന്ന്, സത്യത്തെ അന്വേഷിക്കുന്നവനാണ് എന്ന ബോധ്യത്തെ മറന്ന്, ഞാനൊരു സത്യകാമനാണ് എന്നുള്ള ബോധ്യം മറന്ന്, ഇല്ല ഞാനൊരു വീട്ടമ്മ, ഞാനൊരു വീട്ടച്ഛൻ, എനിക്കെന്ത് പഠിക്കാൻ, എനിക്കെന്തറിയാൻ, 10-40 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 19 കൊല്ലം മുമ്പ് ഈ സ്കൂളിലെ ചുമരുകളിൽ തീർന്നു എൻ്റെ പഠനം, ഇനി ഒരു പഠനം എനിക്കില്ല എന്ന് സ്വയം നമ്മളെ കൂച്ചുവിലങ്ങിട്ട് വെച്ചിരിക്കുന്നതാണ്. അവിടെയാണ് ഗുരുദേവന്റെ മഹിതമായിരിക്കുന്ന സ്മരണകൾ ഉണർത്തുന്ന ഇത്തരം വേദികളിൽ ആചാര്യ സദൃശരായിരിക്കുന്ന ആളുകൾ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് തിരിച്ചു പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് മാനവരാശിക്ക് കിട്ടിയ അമൂല്യമായിരിക്കുന്ന ഒരു നിധിയാണ്, ഒരു രത്നമാണ്. ഗുരുവിനോളം മൂല്യമുള്ള ഒന്നും നമ്മെ സംബന്ധിച്ച് ഈ ലോകത്തില്ല. ആ വളരെ വിലപ്പെട്ട ആ രത്നത്തെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കൽക്കഷണങ്ങളുടെ പുറകെ പോകുന്നത്. അങ്ങനെ ആയിക്കൂടാ. അവസാന നാളുകളിലെങ്കിലും ഗുരുവിനെ കുറിച്ചുള്ള വിചാരധാര നിങ്ങളെ അറിയുന്നതിനുള്ള, നിങ്ങൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതിനുള്ള സൗഭാഗ്യത്തെ ഒരുക്കി തരും. ഹിന്ദു രക്ഷാ